ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യം അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ അതിരാവിലെ ഞാൻ ഈ പറയുന്ന ഒരു ദിവസം സമർപ്പിച്ചാൽ ദിവസവും ധനവും സമ്പത്തും ഐശ്വര്യവും ഭഗവാൻ വർദ്ധിച്ചു തരും എന്ന് മാത്രമല്ല ആ കുടുംബത്തെ മുഴുവൻ ഭഗവാൻ രക്ഷപ്പെടുത്തും. എത്ര വർഷങ്ങളായിട്ടുള്ള, എത്ര കാലങ്ങളായിട്ടുള്ള, എത്ര തലമുറകളായിട്ടുള്ള ജന്മജന്മാന്തര കർമ്മദോഷങ്ങളെപ്പോലും ഭഗവാൻ ഈ കാര്യം ചെയ്യുന്ന ആളുകൾക്ക് മാറ്റിക്കൊടുക്കും. അത്ര അത്ഭുതകരമായ ഭഗവാൻ സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന ഒരു വിദ്യയാണ് പറയുന്നത്. ഏത് കുടുംബവും രക്ഷപ്പെടും, ഏത് വ്യക്തിയും രക്ഷപ്പെടും. എത്ര വലിയ സാമ്പത്തികം ഭഗവാൻ ചിന്തിക്കുന്നതിനും അപ്പുറത്ത് നൽകും. അത്ഭുതകരമായ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്ന, ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ഈ ഒരു കാര്യം ഭഗവാന് സമർപ്പിച്ചാൽ മതി. പക്ഷെ ഞാൻ പറയുന്ന രീതിയിൽ സമർപ്പിക്കണം. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അത് ജീവിതത്തിൽ പ്രയോജനം ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല നല്ല ആളുകളിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരികയാണ്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഹസ്തരേഖ, സംഖ്യ, ജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. വാട്സപ്പിൽ ഇടുക, ഫ്രീ ആകുന്നതനുസരിച്ച് നോക്കി തരും. അപ്പം ഏതൊരാളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ക്ഷേത്രത്തിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും പറയുന്നതല്ല. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, ചൊല്ലേണ്ട മന്ത്രങ്ങൾ, ചൊല്ലേണ്ട സമയം, ചൊല്ലേണ്ട രീതി, കൃഷ്ണൻ്റെ രഹസ്യവിദ്യകൾ, നല്ല കാര്യങ്ങൾ, ഭദ്രകാളി രഹസ്യങ്ങൾ, എല്ലാം നല്ല കാര്യങ്ങളാണ്. ശരനൂൽ വിദ്യകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം അതൊക്കെ നല്ല കാര്യങ്ങൾ മാത്രമാണ്. അപ്പം അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാതെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല. ഒരുപാട് വർക്കുകൾ വാട്സപ്പിൽ പെൻഡിങ് കിടപ്പുണ്ട്. അതുകൊണ്ട് കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അത് ഫ്രീ ആകുമ്പോൾ മാത്രം റിപ്ലൈ തരും. എന്നിട്ട് അത് ഞാൻ തരുന്ന റിപ്ലൈ കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക. അങ്ങനെ കുറച്ച് വർക്കുകളെ എടുക്കുന്നുള്ളൂ. കാരണം മിക്കവാറും ഞാൻ ഫ്രീ ആകാറില്ല. മിക്കവാറും വർക്ക് ഉണ്ടാകും. അങ്ങനെ കുറച്ച് വർക്കുകളാണ് എടുക്കുന്നത്. സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. നേരിട്ട് വന്നാലും കൺസൾട്ടിങ് ഇല്ല. കാരണം വാട്സപ്പിലെ വർക്കുകൾ തന്നെ സമയത്തിന് തീരുന്നില്ല. സാഹചര്യം പറഞ്ഞത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, അതിനുവേണ്ടി പറഞ്ഞതാണ്. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. അപ്പം അതിനു മുമ്പേ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അതായത് കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ രാത്രി വിളിക്കുന്നു. അപ്പോൾ അവർ എൻ്റെ നമ്പർ എന്നെ നേരിട്ട് വിളിച്ചാൽ കിട്ടത്തില്ല, അറിയാമല്ലോ. മിക്കവാറും ഞാൻ വർക്കിൽ തന്നെ ആയിരിക്കും, എടുക്കത്തുമില്ല. ഞാൻ വീഡിയോ പറഞ്ഞു വേറൊരാളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു നമ്പർ വഴി എന്നെ വേറൊരു സമയത്ത് രാവിലെ വിളിച്ചു. അപ്പം പറഞ്ഞു വൈകിട്ട് വിളിക്കുക. ഞാൻ വർക്കിലായിരിക്കും. വൈകിട്ടാണെങ്കിലും എനിക്ക് എൻ്റേതായ ശിവവിദ്യ, പ്രാണായാമമൊക്കെ ഉണ്ട്. പക്ഷേ അവർ പറഞ്ഞു ഒരു കാര്യം ഒന്ന് സംസാരിച്ചാൽ മതി. അപ്പം ആ വേറൊരാൾ വഴിയാണ് വിളിച്ചത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്ന് ഒരു കാര്യം സംസാരിച്ചാൽ മതി, എൻ്റെ ഒരു ഫോൺ തന്നു. അപ്പോഴും ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേനും അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. സാറിന് ഒരു പക്ഷേ എന്നെ ഓർമ്മയില്ലായിരിക്കാം, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതൊക്കെ ചെയ്തു. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അതൊന്ന് സാറിനോട് പറയണം, അത്ര മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും വേണ്ടിയല്ല വിളിച്ചു. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം. അപ്പോൾ ഇവർ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ചെറുതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. കാരണം ഞാൻ ഈശ്വരാന്ന് പോലും വിളിച്ചു പോയി. അത്ര പ്രശ്നങ്ങളാണ്. ചില ബുദ്ധിമുട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ബുദ്ധിമുട്ട് വരും. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഓരോ വഴിപാടുകളും കാര്യങ്ങളും പരിഹാരങ്ങളും പറഞ്ഞു കൊടുത്തത്. അത്ര ആത്മാർത്ഥതയോടു കൂടിയാണ്. അപ്പോൾ ഇവർക്ക് പിന്നീട് എന്ത് മാറ്റം ഉണ്ടായെന്നൊന്നും എനിക്കറിയില്ല. അവരുടെ നമ്പരോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം നമ്പറൊന്നും ആരെ സേവ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ദിവസം തന്നെ എത്രയോ ആയിരക്കണക്കിന് മെസ്സേജ് വരുന്നതിൽ അവരുടെ ഒന്നും സേവ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കറിയില്ല അവർക്ക് പിന്നീട് എന്ത് മാറ്റം ഉണ്ടായി. വെറുതെ ഇരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ അക്കാലങ്ങളിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അവർക്ക് എന്ത് മാറ്റം ഉണ്ടായെന്ന്. അപ്പോൾ അതിനൊരു സത്യമുണ്ട്. അവർ എന്നെ വിളിച്ച് അവരുടെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി ജീവിതത്തിൽ. അത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. എൻ്റെ സന്തോഷം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. എനിക്കുണ്ടായ സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം അതുപോലെ
പ്രശ്നങ്ങളുടെ മുകളിൽ ഒരുപാട് പ്രശ്നങ്ങളായിട്ടാണ് അവർ എന്നിട്ട് പോയത്. എനിക്ക് തന്നെ കേട്ടപ്പോൾ ഞാൻ ഈശ്വരനെ വിളിച്ചു. അവരുടെ അതെല്ലാം പ്രശ്നങ്ങളെല്ലാം മാറിയെന്ന് പറഞ്ഞപ്പം, അവരുടെ ജീവിതം മാറിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതുപോലെ സന്തോഷം തോന്നി. അത് എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ, എന്നെ ഇടയ്ക്ക് ക്ഷേത്രത്തിൽ വെച്ച് ഇടയ്ക്ക് അവർ വന്നപ്പോൾ, പക്ഷേ അപ്പോഴും എനിക്കറിയത്തില്ല ആരാണ്. കാരണം എത്രയോ ആളുകളെ കാണുന്നു, എത്രയോ ആളുകളെ നോക്കുന്നു. അപ്പം അവർക്ക് അന്ന് സംസാരിച്ചപ്പം കാര്യങ്ങളെല്ലാം പറയാൻ പറ്റിയില്ല, എനിക്ക് മനസ്സിലായില്ല എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ ഇനിയും ക്ഷേത്രത്തിൽ വരുമ്പോൾ ക്ഷേത്രത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. അല്ല നേരിട്ട് ഇപ്പോൾ എനിക്ക് നോക്കാനോ ഫോൺ എടുക്കാനോ ഒന്നും സമയമില്ല, അതുകൊണ്ട് വിളിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ക്ഷേത്രത്തിൽ വെച്ച് ഇടയ്ക്ക് ഞാൻ ക്ഷേത്രത്തിൽ വരുമ്പോൾ അവിടെ വെച്ച് കാണാം. വലിയ സന്തോഷം. അതുപോലെ തന്നെ അവരുടെ ഒരു ബന്ധുവിനും അവർ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അയാളുടെയും സ്ഥലങ്ങളൊക്കെ വിറ്റുപോയി. അത്യാവശ്യം ഉണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ സാധിച്ചെന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് നന്ദി പറഞ്ഞു. ഒരുപാട് എനിക്ക് വേണ്ടി ആ ഒരു പ്രാർത്ഥന പറഞ്ഞു. അതൊക്കെ ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുത്ത്. ഒരിക്കലും മാറത്തില്ല എന്ന് വിചാരിച്ച ജീവിതങ്ങൾ വരെ മാറിയിട്ടുണ്ട്. അതൊക്കെ അനുഭവമാണ്. അപ്പോൾ അത് സന്തോഷം പങ്കുവെച്ചതേ ഉള്ളൂ. പിന്നെ പേഴ്സിനകത്ത് വെക്കേണ്ട ഒരു ഭാഗ്യസംഖ്യ ഞാൻ അത് അറിയാൻ വയ്യാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നു. അത് എല്ലാവരും അറിയാൻ വയ്യാത്തവരായി പോയെന്നാണ് അതിൻ്റെ ദിവസം. എല്ലാവരും അറിയാൻ വയ്യാത്തവരായിരുന്നു. 2 ദിവസം ഞാൻ ഒരുപാട് നേരം ഇരുന്ന അവരുടെ എല്ലാം നോക്കി ഭാഗ്യസംഖ്യ ഇട്ട് കൊടുത്തു. പേഴ്സി വെക്കണ്ട. ഞാൻ വിചാരിച്ചില്ല ഇത്രയും പേര് മെസ്സേജ് ഇടുമെന്ന്. കാരണം അറിയാൻ വയ്യാത്തവർ, കൂട്ടിയിട്ട് കിട്ടാത്തവർ മാത്രമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എല്ലാവരും അറിയാൻ വയ്യാത്തവർ ആയിട്ടാണ് ഇട്ടത്. എന്തുമായിക്കോട്ടെ, ഞാൻ അവർക്കെല്ലാം നമ്പർ പേഴ്സിനകത്ത് വെക്കേണ്ട ഭാഗ്യസംഖ്യ പറഞ്ഞു കൊടുത്തു. ഇനി ആരും ഇടരുത്, കാരണം എനിക്ക് സമയമില്ല. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. ഇട്ടവർക്കെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇടരുത്. ചിലപ്പോൾ ഇനിയും വീഡിയോ കാണുന്നവർ ചിലപ്പോൾ ഇടാൻ സാധ്യതയുണ്ട്. ഇനി ഇട്ടാൽ ഞാനത് പറഞ്ഞു തരാൻ പറ്റത്തില്ല, എനിക്ക് സമയമില്ല. ഇപ്പം തന്നെ എനിക്ക് 2 ദിവസം എത്രയോ മണിക്കൂറുകൾ ഇരുന്നാൽ ഞാൻ എല്ലാവർക്കും ആ മെസ്സേജ് ഇട്ടെന്നറിയാമോ. ഒരുപാട് സ്ട്രെയിൻ ഉണ്ടായിരുന്നു പറയും. അപ്പോൾ അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഫലമുണ്ടെങ്കിൽ, എന്നെ നിങ്ങളൊരു ഗുരുസ്ഥാനത്ത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിനപ്പുറം ചെയ്യരുത്. ഗുരുത്വം പോയാൽ അത് കിട്ടാൻ പാടാണ്. പ്രത്യേകിച്ച് നമ്മളെപ്പോലെ ഓരോ ശ്വാസത്തിൽ ശിവനെ ധ്യാനിക്കുന്ന ഒരാൾ പറയുന്നതിനപ്പുറം ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ഇനിയും പേഴ്സി വെക്കേണ്ട ഭാഗ്യസംഖ്യ അറിയാൻ വേണ്ടി ആരും മെസ്സേജ് ഇടരുത്. കാരണം 2 ദിവസം മണിക്കൂറുകളോളം ഇരുന്ന് ആണ് ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തത്. ഇനി എനിക്ക് സമയം ഒട്ടുമില്ല. അതുകൊണ്ട് എൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് അതുപോലെ തന്നെ പാലിക്കും. പറഞ്ഞുതരാമെന്ന് പറഞ്ഞതെന്ന് ഇനി ഇടരുത് കേട്ടോ. അതിനപ്പുറം ചെയ്യരുത്. പറഞ്ഞതിനപ്പുറം പേഴ്സി വെക്കാനുള്ള ഭാഗ്യസംഖ്യ അറിയാൻ വേണ്ടി ഇനി ഇടരുതെന്നാണ് ഉദ്ദേശിച്ചത്. ഇട്ടവർക്കെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആർക്കും ഇല്ല, എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഒരു വീട്ടിൽ തന്നെ എത്ര പേരുടെ ആണെന്നറിയാം ഇവിടുന്ന്. ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ 2 ദിവസം കൊണ്ട് മണിക്കൂറുകളോളം. ഇനിയും ആരും വിടരുത്, എനിക്ക് സമയമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ്. വ്യാഴാഴ്ച ദിവസം അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോവുക. നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു വഴിപാടാണ്. ഞാൻ മുഴുവൻ കേൾക്കണം കേട്ടോ. ആ വഴിപാടിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഞാൻ വേറൊരു കാര്യമാണ്. വീഡിയോ മുഴുവൻ കേൾക്കണം. ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് വ്യാഴാഴ്ച ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൃഷ്ണന് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുക അത്. എന്നിട്ട് ഭഗവാൻ എനിക്കൊരു ജീവിതമാർഗ്ഗം നൽകണേ, എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ എന്നൊക്കെ പ്രാർത്ഥിക്കണം. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും നനയ്ക്കുക. എന്നിട്ട് ആ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ ഏത് ദൈവം, ഉദാഹരണം അമ്പലപ്പുഴ ക്ഷേത്രമാണ്, അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണ പ്രണാമം 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 എന്ന് പറഞ്ഞാൽ അതൊരു സ്തുതിയാണ്. ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ഒരു ഉദാഹരണം പറഞ്ഞാൽ ആ ക്ഷേത്രം അറിയപ്പെടുന്ന ആ ദേവൻ്റെ പേര് വിളിച്ച്, ഇത് ചെങ്ങന്നൂരാണെങ്കിൽ ചെങ്ങന്നൂരപ്പ പ്രണാമം പ്രണാമം, ചെങ്ങന്നൂരമ്മയാണെങ്കിൽ ചെങ്ങന്നൂരമ്മ പ്രണാമം പ്രണാമം, ഏറ്റുമാനൂരാണെങ്കിൽ ഏറ്റുമാനൂരപ്പ പ്രണാമം പ്രണാമം പ്രണാമം. ആ സ്ഥലപ്പേര് ചേർത്ത് ആ ദേവൻ്റെ ദേവിയുടെ പേരൂടെ ചേർത്ത് പ്രണാമം പറഞ്ഞാൽ സ്തുതിയാണ്. അങ്ങനെ സ്തുതിക്കണം. സ്തുതിച്ച് കഴിഞ്ഞ് നിങ്ങൾ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിക്ക് കൃഷ്ണൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ മറ്റേ ഉദാഹരണത്തിന് പറഞ്ഞതാണ്. അപ്പോൾ വ്യാഴാഴ്ച രാവിലെ കൃഷ്ണക്ഷേത്രത്തിൽ പോയി പൈപ്പിൽ കൈയും കാലും മുഖം നനച്ച ശേഷം ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച് ഭഗവാനെ ആ ക്ഷേത്രപ്പേര് ചേർത്തൊന്ന് പ്രണാമം പറഞ്ഞ് 3 പ്രാവശ്യം സ്തുതിച്ച ശേഷം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിക്ക് രസീതെടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഭഗവാനെ എനിക്കൊരു ജീവിതമാർഗ്ഗം നൽകണേ, എന്നെ രക്ഷപ്പെടുത്തണേ, അന്നന്നത്തേക്ക് ജീവിക്കാനുള്ള ധനവും സമ്പത്ത് എനിക്ക് നൽകണേ ഭഗവാനെ എന്നും പറഞ്ഞ് നടക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാടുകൾ ചെയ്യാം, പ്രാർത്ഥനകളൊക്കെ ചെയ്യാം. ക്ഷേത്രം വിടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ പറയുന്ന, അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന കാര്യം. ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യണം. ക്ഷേത്രം വിടുന്നതിന് തൊട്ട് മുമ്പായിട്ട് അത് ചെയ്തു കഴിഞ്ഞ് പിന്നെ ഒന്നും ചെയ്യണ്ട, പിന്നെ അവിടെ നിൽക്കരുത്. അപ്പോൾ ആ കാര്യം ആണ് പറയാൻ പോകുന്നത്.
അപ്പോൾ ക്ഷേത്രം വിടുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവസാനമായിട്ട് നിങ്ങളൊരു ഒന്നുകൂടെ കൈയും കാലും മുഖവും നനയ്ക്കുക. എന്നിട്ടൊരു തുളസിമാല ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങി അത് കയ്യിൽ പിടിച്ച് ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം കൃഷ്ണായ നമ, ഇത് മൂന്നും ജപിച്ചുകൊണ്ട് 3 വലത്ത് വെച്ച ശേഷം, അപ്പം 3 വലത്ത് വെച്ച ശേഷം ഇത് ഭഗവാനെ എനിക്കൊരു ജീവിതമാർഗം നൽകണേ, എന്നെ രക്ഷപ്പെടുത്തണേ, എനിക്ക് ഭഗവാനല്ലാതെ വേറെ ആരും ആശ്രയമില്ല, എനിക്ക് അന്നന്നത്തേക്ക് ജീവിക്കാനുള്ള ദാനവും സമ്പത്തും നൽകണേ, എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു തുളസി ഇലയുടെയെങ്കിലും പുണ്യം ഭഗവാനെ നൽകുമാറാകണേ, ഭഗവാനെ അവിടുത്തേക്ക് എല്ലാത്തിനും നന്ദി എന്ന് മനസ്സിൽ 3 പ്രാവശ്യം പറഞ്ഞ ശേഷം, നന്ദി 3 പ്രാവശ്യം പറയണം. പറഞ്ഞ ശേഷം ഈ തുളസി മാല ഭഗവാന്റെ നടയിലോട്ട് വയ്ക്കുക. പിന്നെ തിരിഞ്ഞു നോക്കാതെ, ക്ഷേത്രത്തിലേക്ക് ശ്രീകോവിലോട്ട് നോക്കണ്ട, ഭഗവാനെ നോക്കണ്ട, തിരിഞ്ഞു നോക്കാതെ, മിണ്ടാതുരിയാടാതെ, ഒന്നും സംസാരിക്കേണ്ട, ഒന്നും ചിന്തിക്കേണ്ട, ആ ക്ഷേത്രത്തിൽ നിന്ന് നടന്നിറങ്ങി പോരുക, അതേക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ഇത് വ്യാഴാഴ്ച ദിവസം ചെയ്യുക. ഇത് വ്യാഴാഴ്ചകൾ ആവർത്തിക്കുക. ഭഗവാൻ ആ വ്യക്തിക്ക് ഒരു തുളസിയിലയുടെ പുണ്യമെന്ന് പറഞ്ഞാൽ എത്ര തലമുറ അനുഭവിച്ചാലും തീരുകയില്ല എന്നറിയാം. ഭഗവാൻ ആ വ്യക്തിക്ക് എല്ലാ ഐശ്വര്യങ്ങളും നൽകും, വലിയ സമ്പത്ത് നൽകും. എത്ര ദുരിതമുള്ളവരാണെങ്കിലും ഭഗവാൻ രക്ഷപ്പെടുത്തും. ഇതൊരു രഹസ്യവിദ്യയാണ്. അപ്പോൾ പറഞ്ഞ പോലെ ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ വ്യാഴാഴ്ച ഞങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി. ആ ക്ഷേത്രത്തിൽ പോയപ്പോൾ ഞാൻ അവിടെ ഒരു വ്യക്തിയെ കണ്ടു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളും വലിയ ദുരിതങ്ങളും ഒക്കെയാണ്. അപ്പം ഞാൻ അവർക്ക് എൻ്റെ പൈസ, ഞാൻ തന്നെ ഒരു തുളസിമാല മേടിച്ച് ഇവരുടെ ആ ദുരിതങ്ങൾ മാറിക്കോട്ടെ എന്ന് കരുതി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഒന്ന് പൈപ്പിൽ നനച്ചിട്ട് വാ. എന്നിട്ട് ഞാനൊന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് തുളസിമാല കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ മേടിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒരു കുടുംബം രക്ഷപ്പെട്ടു പോകുന്ന അവരുടെ പ്രശ്നങ്ങൾ മാറട്ടെ എന്ന് കരുതി ഈ തുളസിമാല ഇങ്ങനെ പിടിച്ച് ഭഗവാന് 3 വലത്ത് വെച്ച ശേഷം പ്രാർത്ഥിച്ച് നടക്കി വെക്കുക. പിന്നെ ശ്രീകോവിലോട്ട് നോക്കണ്ട, പിന്നെ ഒന്നും മിണ്ടണ്ട, പിന്നെ അവിടെ നിൽക്കുക വേണ്ട, മിണ്ടാതെ ഉരിയാടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക. പിന്നെ ഒന്നും ചിന്തിക്കണ്ട, ശ്രീകോവിലോട്ട് പോലും നോക്കണ്ട, നടക്കി വെച്ച ശേഷം ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ ഞാൻ നിൽക്ക ചെയ്ത് തന്നെ പ്രദക്ഷിണം വെച്ച് വന്നു, നടക്കോട്ട് വെച്ചു. പിന്നെ ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞൊരു ഓപ്പോസിറ്റാണ് ചെയ്തത്. ഞാൻ പറഞ്ഞ പിന്നെ അവിടെ നിൽക്കരുത്. അവരവിടെ നിന്നു, കുറേ നേരം നിന്നു, ഒക്കെ കഴിഞ്ഞ് പതുക്കെ പോയി. അപ്പം ഞാൻ മനസ്സ് വിചാരിച്ചു, നല്ലതായിട്ടൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ പോലും അത് ശരിയായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ശരിയായിട്ട് ചെയ്താൽ ജീവിതം മാറിയെന്നുള്ളതായിരുന്നു എനിക്ക് സംശയമൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞ് ഒരിക്കലും എഴുതി തള്ളിയ രക്ഷപ്പെടത്തില്ലെന്ന് വിചാരിച്ചവർ തന്നെ ജീവിതത്തിൽ എത്രയോ ആളുകൾ. ഇപ്പം ഈ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞ ഒരു അനുഭവം, അവരുടെയൊക്കെ പ്രശ്നം കേട്ടാൽ തല ഇറങ്ങി താഴെ കിടക്കും. അതുപോലെ ദുരിതങ്ങളും കാര്യങ്ങളും, അവരൊക്കെ രക്ഷപ്പെട്ടു. അവരെന്നല്ല എത്രയോ വീഡിയോകളിൽ ഞാൻ എത്രയോ ആളുകളുടെ അനുഭവം പറയുന്നു. നിങ്ങളോട് പറയാത്ത എത്ര കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ആയിരക്കണക്കിന്, 10,000-കണക്കിന് എത്രയോ അനുഭവങ്ങൾ. അങ്ങനെ ശരിയായിട്ട് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് വളരെ സാമ്പത്തികം ഇല്ലാത്തവർ പോലും വലിയ സാമ്പത്തികത്തിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു 2 കണ്ടെയ്നർ മേടിച്ച ആളുകൾ, ഒരു സാധാരണക്കാർ, അവരൊക്കെ ഞാൻ പറഞ്ഞ വഴിപാടുകൾ ചെയ്താൽ 2 കണ്ടെയ്നർ സ്വന്തമായിട്ട് വാങ്ങി, അല്ലെങ്കിൽ ലക്ഷങ്ങൾ കിട്ടി, വലിയ ബിസിനസ്സിൽ വലിയ ഉയർച്ചകളുണ്ടായി, അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായ, ഒന്നുമില്ലായ്മയിൽ നിന്ന് വലിയ സമ്പത്തിലേക്ക് എത്രയോ ആളുകൾ. ഇത് ഞാൻ പറഞ്ഞ അതേ രീതിയിൽ ചെയ്തിട്ടാണ്. ഇത് ഞാൻ അവിടെ നിന്ന് ഞാൻ തന്നെ തുളസിമാല മേടിച്ച് കൊടുത്ത് എങ്ങനെയെങ്കിലും ആ കുടുംബം രക്ഷപ്പെട്ടു പോട്ടെ എന്ന് കരുതി കറക്റ്റ് പകുതി ശരിയായിട്ട് ചെയ്തു, പകുതി തെറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, നടക്കി വെച്ച് കഴിഞ്ഞ് പിന്നെ അവിടെ നിൽക്കരുത്, സംസാരിക്കരുത്, അവിടെ നിന്ന് മിണ്ടാവുരിയാടാതെ ഇറങ്ങി പോന്നേക്കണം. അവർ നേരെ ഓപ്പോസിറ്റായിട്ട് അവിടെ നിന്നു, കുറച്ച് നേരം നിന്നു, സംസാരിച്ചു. കാരണം ഓപ്പോസിറ്റാണ് ചെയ്തത്. അപ്പം ഞാൻ ഓർത്ത ഒരു കാര്യം, ഒരു കഥയുണ്ട്. ശിവഭഗവാനെ ഒരു ഭക്തൻ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും, ഭഗവാനെ എന്നെ രക്ഷപ്പെടുത്തണേ, എനിക്ക് വേറെ മാർഗമൊന്നുമില്ലേ. അപ്പം ഭഗവാനോട് പാർവതി ദേവി പറയുന്നു, അതൊരു കഥയാണ്. പാർവതി ദേവി പറയുന്നു, ഭഗവാനെ അങ്ങേ എപ്പോഴും ആ ഭക്തൻ വിളിച്ചുകൊണ്ടിരിക്കുക, അവനെന്തെങ്കിലും കൊടുക്കുക, അവനെ രക്ഷപ്പെടുത്ത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അവൻ കൊടുത്താലും അവൻ അനുഭവിക്കാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. അതങ്ങനല്ല ഭഗവാനെ. പാർവതി ദേവി പറഞ്ഞു, ഭഗവാൻ കൊടുക്കേ, അത് നമുക്ക് നോക്കാം. ഭഗവാൻ പറഞ്ഞു, ശരി എന്നാൽ ഞാൻ ദേവിക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ചെയ്യാം. എനിക്കറിയാം അവന് അനുഭവിക്കാൻ യോഗമില്ല. ഭഗവാൻ ഒരു കുടത്തിനകത്ത് സ്വർണ്ണ നാണയം അവൻ വരുന്ന വഴി കൊണ്ടുവച്ചു. അപ്പോൾ അതുവരെ അവനെ കണ്ണ് തുറന്ന് വന്നപ്പം ആ കുടത്തിൻ്റെ അടുത്തായപ്പോൾ അവന് തോന്നി, ഇനി കണ്ണടച്ച് നടന്നാൽ എന്നാ സംഭവിക്കും.
ഒന്ന് അറിയണമല്ലോ. അവൻ അവിടെ ആയപ്പം കണ്ണടച്ച് നടന്നു പോയി, കുടം കണ്ടില്ല എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി അനുഭവം. എനിക്ക് എൻ്റെ മുന്നിൽ കണ്ട അനുഭവം. ഞാൻ അവരെങ്ങനെങ്കിലും രക്ഷപ്പെട്ടേ എന്ന് കരുതി ഞാൻ തന്നെ തുളസിമാല മേടിച്ച് കൊടുത്ത് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. പക്ഷേ അത് ചെയ്ത് അവസാനം വന്നപ്പോൾ അത് തെറ്റിച്ചു. എനിക്ക് കുറച്ച് വിഷമം തോന്നി, എങ്കിലും പകുതി ഫലം കിട്ടും. കാരണം എൻ്റെ ഒരു പ്രാർത്ഥന അതിൻ്റെ അകത്തുണ്ട്. പകുതി ശരിയായിട്ടാണ് ചെയ്ത്. പക്ഷെ എങ്കിലും അവരുടെ ജീവിതത്തിൽ എന്നേക്കുമായി ഒരു വലിയ മാറ്റം ഉണ്ടാകേണ്ട ഒരു കാര്യമായിരുന്നു. ഇപ്പം പോട്ടെ, ഏതായാലും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത്, ഞാൻ പറയുന്നത് വിശദമായിട്ട്, ഞാൻ വളരെ വിശദമായിട്ടാണ് പറയുന്നത്, അതേപടി ചെയ്യണം. അതൊരു ശാസ്ത്രവിദ്യ ആണെങ്കിലും ഒരു ശരനൂൽ വിദ്യ ആണെങ്കിലും ശിവൻ്റെ ഒരു രഹസ്യ മന്ത്രമാണെങ്കിലും എന്താണെങ്കിലും അതേ രീതി ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ള രീതി ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതെപ്പോഴും ആലോചിക്കുക. എന്താണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് പറയുന്നത്. വ്യാഴാഴ്ച രാവിലെ ചെയ്യാൻ പറഞ്ഞാൽ വ്യാഴാഴ്ച രാവിലെ തന്നെ ചെയ്യണം. അത് വൈകിട്ട് ചെയ്തിട്ട് കാര്യമില്ല. തുളസിമാല അവസാനം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സമർപ്പിക്കാൻ പറഞ്ഞാൽ അവസാനം സമർപ്പിക്കണം. ഇത് നടയെ വെച്ച് കഴിഞ്ഞ് പിന്നെ ശ്രീകോവിലോട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നോക്കണ്ട, മിണ്ടാതെ ഉരിയാടാതെ ഒന്നും ചിന്തിക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട, പറഞ്ഞത് അതുപോലെ കേൾക്കുക. ഭഗവാൻ ആ വ്യക്തിക്ക് എല്ലാം നൽകും, എവരിത്തിങ്. അത്ര ശക്തിയുള്ളൊരു വിദ്യയാണ്. ഒരു തുളസിയിലയുടെ പുണ്യം എന്ന് പറഞ്ഞാൽ എത്ര തലമുറ അനുഭവിച്ചാലും തീരത്തില്ല. അതുപോലെ എത്ര കർമ്മദോഷത്തെയും മാറ്റുന്നതാണ് ഈ തുളസി, ഇതുപോലെ തുളസിമാല ഭഗവാൻ വയ്ക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഓരോ രീതികളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എനിക്കുണ്ടായ അനുഭവവും ഇതെല്ലാം പറഞ്ഞു തന്നത്. അപ്പോൾ അത് നന്നായിട്ട് ചെയ്യുക കേട്ടോ, അത് പ്രയോജനം ഉണ്ടാകും. അപ്പം ഇനിയിപ്പം ഈ ഓം നമോ നാരായണായ എന്ന മന്ത്രം ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുമ്പം ഓം നമോ നാരായണായ എന്ന് വാഗൊണ്ട് ഒരു തവണ ഉച്ചരിച്ച് ജപിക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ടല്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോ തവണ വീതം ചെല്ലുക. ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഒരു മകനിപ്പോൾ ജോലി ശരിയാകുന്നില്ല, അല്ലെങ്കിൽ മോൻ ഇച്ചിരി പിടിവാശിക്കാരനാണ്, മോനല്ലേ ഒരു ജോലിക്ക് പോകുന്നില്ല, ചിന്തിച്ച് ജപിച്ചാൽ മതി, അവൻ ഏറ്റവും എടുക്കാനായിട്ട് വരും. ചെയ്ത് നോക്കിക്കും. ഒരു ദിവസമൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഭഗവാനെ ആത്മാർത്ഥമായിട്ട് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ മതി. റോഡ് ക്രോസ് ചെയ്യുമ്പോഴൊന്നും ജപിക്കരുത്. ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒരു തവണ വീതം കണ്ടിന്യൂസ് ആയിട്ടല്ല, ഇടയ്ക്കിടയ്ക്ക് വാഗൊണ്ട് ഉച്ചരിച്ച് ജപിക്കണം. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ നമാന്ന് ജപിക്കരുത്, ഓം നമോ നാരായണായ. അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണം. ഞാൻ പറഞ്ഞു, അങ്ങനെ മക്കളൊക്കെ നന്നായ ഒരുപാട് ആളുകളുണ്ട്. ഇന്നലെ ഞാൻ ഒരു ഇടത്ത് ചെന്നപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവം ഒരാൾ എന്നോട് പറഞ്ഞു. എൻ്റെ വീഡിയോ കണ്ട് ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ പ്രയോജനമാകട്ടെ എന്ന് കരുതി ഒന്നുകൂടി, ഞാനിത് പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒന്നുകൂടി പറഞ്ഞതെന്നേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഒരാൾ മെസ്സേജ് ചെയ്തു. നേരത്തെ മെസ്സേജ് ചെയ്തതാണ്, പക്ഷേ ഞാൻ ഇന്നലെയാണ് കണ്ടത്. അവരുടെ ഭർത്താവിന് ഞാൻ പറഞ്ഞ കാര്യം ചെയ്ത് മദ്യപാനം മാറി. എന്തൊരു സന്തോഷമാണെന്നറിയോ. മാറിയെന്ന് പറഞ്ഞാൽ ആരും പേടിപ്പിച്ചിട്ടുണ്ടല്ലോ, സ്വയം മാറി, സ്വയം അദ്ദേഹം നിർത്തി, സ്വയം അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹം തന്നെ സ്വയം മാറി. എത്ര ഒരു മാറ്റമെന്ന് ആലോചിച്ച് നോക്കി. അതാ ഭഗവാന്റെ ഒരു കൈകടത്തലാണ്, ഈശ്വരൻ പ്രവർത്തിച്ചതാണ്. ഞാൻ ശിവന് പറഞ്ഞ കാര്യം ചെയ്തതാണ്. എന്തൊരു സന്തോഷമാണെന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയുള്ള അവർ മെസ്സേജ് ചെയ്തിരിക്കുകയാണ്. എനിക്കൊരുപാട് നന്ദി പറഞ്ഞുകൊണ്ട്. അതായത് വെള്ളിയാഴ്ച രാവിലെ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ അച്ഛനായിക്കോട്ടെ, ഭർത്താവിനായിക്കോട്ടെ, ആരാണെങ്കിലും മദ്യപാനം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സഹോദരനായിക്കോട്ടെ, ആർക്കും ആയിക്കോട്ടെ, വെള്ളിയാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ അവരുടെ പേരിൽ ഒരു ജലധാര ചെയ്യുക, അവരുടെ പേരിൽ ഒരു മൃത്യുഞ്ജയാർച്ചന ചെയ്യുക, മദ്യപിക്കുന്നവരുടെ പേരിൽ. പിന്നെ ഇപ്പം ഭാര്യയും ഭർത്താവുമാണ്, ഭർത്താവിനാണെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ ഒരു രസീതത്തിനെ ഐക്യമത്യാർച്ചന, ഒരു രസീതത്തിന് 2 പേരുടെ പേരും നാളും എഴുതി ചെയ്യുക. അതാണ് ഐക്യമത്യാർച്ചന. 2ആയിട്ട് എടുക്കേണ്ട, 1ആയിട്ട് ചെയ്യുക. ഐക്യമത്യാർച്ചനയും കൂടെ ചെയ്യുക. വെള്ളിയാഴ്ച വൈകിട്ട് അവരുടെ പേരിൽ ഒരു മൃത്യുഞ്ജയാർച്ചന ചെയ്യുക, മദ്യപിക്കുന്ന ആളുടെ 2 പേരുടെയും പേരിൽ. ആരുമായിട്ടാണോ ഐക്യമാകേണ്ടത് അവരുടെ പേരിൽ 2 പേരുടെ കൂടെ പേരും നാളും ചേർത്ത് ഐക്യമത്യാർച്ചനയും കൂടെ ചെയ്യണം. ശനിയാഴ്ച രാവിലെ ശിവഭഗവാൻ ഒരു ജലധാര, അതാ മദ്യപിക്കുന്ന ആരാണോ അവരുടെ പേരിൽ ഒരു മൃത്യുഞ്ജയാർച്ചന. ഐക്യമത്യാർച്ചന ആരുമായിട്ടാണോ, ഇപ്പം ഭാര്യയും ഭർത്താവാണ് മദ്യപിക്കുന്നത്, അപ്പം ഭാര്യയും ഭർത്താവ് ഐക്യത്തിലാകേണ്ടത്, അപ്പം ഭാര്യയും ഭർത്താവിൻ്റെ പേര് ഒരു പേരും നാളും ഒരു രസീത് എഴുതി ഐക്യമത്യാർച്ചന ചെയ്യണം. വൈകുന്ന പാടും മദ്യപിക്കുന്ന ഭർത്താവാണ്, ഭർത്താവിൻ്റെ പേരിൽ മാത്രം മൃത്യുഞ്ജയാർച്ചന, പിന്നെ ഐക്യമത്യാർച്ചന ഭാര്യയുടെയും ഭർത്താവിൻ്റെ പേരിൽ ചെയ്യുക ശനിയാഴ്ച വൈകിട്ടും. അങ്ങനെ വെള്ളി ശനിയും ആഴ്ചയിലൊന്ന് ആവർത്തിച്ച് നോക്കി എത്ര ആളുകളും ജീവിതം മാറും. ഇതൊക്കെ അനുഭവമാണ് കേട്ടോ, ഒരുപാട് അനുഭവമാണ്. ഇന്നലെയും ഒരു അനുഭവം അവർ പറഞ്ഞു.
ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഇത് എത്രയോ അനുഭവങ്ങളുണ്ട്, ഒരുപാട്. ഞാൻ പല വീഡിയോകളിലായിട്ട് പറയുന്നുണ്ട്, കാരണം കുറേ പുതിയതായിട്ട് കാണുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് ആളുകൾ എല്ലാ വീഡിയോ എല്ലാവരും കണ്ടത് വരത്തില്ല. അപ്പോൾ അങ്ങനെ മദ്യപാനം കലഹമൊക്കെ ആയിട്ടുള്ള വീടുകളുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കരുതി പറഞ്ഞു തരുന്നതാണ്, പ്രാർത്ഥനയെ പറഞ്ഞു തരുന്നതാണ്. എല്ലാം ശിവഭഗവാന്റെ അനുഗ്രഹമാണ്. അപ്പം ഇനിയും നിങ്ങൾ വേറൊരാൾ ഇന്നലെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു, ഞാൻ പറഞ്ഞ രീതിയിൽ കർപ്പൂരം തൊട്ട് കുടുംബദേവതയെ പ്രാർത്ഥിച്ച് അവർക്ക് കുടുംബക്ഷേത്രം കണ്ടെത്താൻ പറ്റി. അത് ഉറപ്പാണ്. അതൊരു രഹസ്യവിദ്യ. നിങ്ങൾക്ക് കുടുംബദേവതാ ക്ഷേത്രം അറിയത്തില്ല. ഇവരും പറയുന്നത് കേട്ട ആ വഴിക്കൊന്നും പോയാൽ ശരിക്കും കുടുംബക്ഷേത്രത്തിൽ എത്തണമെന്നില്ല. ശരിക്കുള്ള കുടുംബക്ഷേത്രത്തിൽ എത്തിയാൽ നിങ്ങളുടെ ജീവിതം മാറും. അതിന് കുടുംബദേവത തന്നെ കുടുംബക്ഷേത്രം കാണിച്ചു തരുന്ന ഒരു വിദ്യയുണ്ട്. നിങ്ങളുടെ വിളക്കിന് മുന്നിൽ നിങ്ങളൊരു കർപ്പൂരം കത്തിച്ചു, എൻ്റെ അച്ഛൻ്റെ കുടുംബദേവതയെ പ്രണാമം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ, എൻ്റെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ നൽകണേ, അന്നന്നേക്ക് ജീവിക്കാനുള്ള ധനം നൽകണേ, പ്രണാമം എന്ന് 3 പ്രാവശ്യം പറഞ്ഞ് കർപ്പൂരനാഥത്തെ തൊട്ട് തൊഴുക. എൻ്റെ അമ്മയുടെ കുടുംബദേവത ഇതുപോലെ തന്നെ പ്രാർത്ഥിച്ച് തൊട്ട് തൊഴുക. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ്, സംശയമില്ലാതാണ് കുടുംബദേവത ഇതുപോലെ കർപ്പൂരത്തെ തൊട്ട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ കുടുംബദേവത നിങ്ങളെ അവിടെ എത്തിച്ചിരിക്കും. 1 അല്ല 2 അല്ല, ഒരുപാട് അനുഭവങ്ങൾ ഞാനിങ്ങനെ ചെയ്തവർക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ വിശ്വാസം വേണം, ഭക്തി വേണം, സംശയം പാടില്ല. സംശയം ഉണ്ടെങ്കിൽ ഫലിക്കത്തില്ല. കൃത്യമാണ്, കുടുംബദേവത എവിടെ ഇരുന്നാണല്ലോ ആ വിളി കേൾക്കും. കാരണം ഈ കർപ്പൂരത്തെ തൊട്ട് പ്രാർത്ഥിക്കുന്നതിനകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അപ്പോൾ ഈ കർപ്പൂരം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും കത്തി തീർന്ന് അതിൻ്റെ ഊർജം പ്രകൃതിയിലേക്ക് ലയിക്കുകയാണ്, ഒന്നും ബാക്കി കാണത്തില്ല. അതുപോലെ നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്തയും അതോടൊപ്പം ആ പ്രപഞ്ചവുമായിട്ട് കണക്റ്റ് ആവും. അപ്പോൾ അത് ഇങ്ങനെ ചെയ്യുക, വളരെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. കുടുംബദേവതയുടെ അനുഗ്രഹം എന്ന് വെച്ചാൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് കേട്ടോ. അതിന് പകരമായിട്ടൊന്നുമില്ല. ഇനിയും പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഈശ്വരനെ അറിയാൻ, നിങ്ങളുടെ ജീവിതം മാറാൻ ഒരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം. അതായത് എവിടെ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിലും ശമ്പളം കൂടുതലോ കുറവോ ആയിക്കോട്ടെ, ശമ്പളം കുറവാണ് വേറെ ജോലി നോക്കി പോകണം. ആ ജോലി ഉഴപ്പരുത്. കൃത്യം ആ ഒരു സമയത്ത് തന്നെ ജോലിയിൽ പ്രവേശിക്കണം. ഇപ്പോൾ 9 മണി അല്ലെങ്കിൽ 9:30 ആണെങ്കിൽ രാവിലെ ആ സമയത്ത് തന്നെ ജോലിയിൽ പ്രവേശിക്കണം. നിങ്ങളുടെ ജോലി ഇപ്പോൾ കസ്റ്റമർ ഉദ്ദേശിക്കുന്നതിനായിട്ട് കുറച്ചുകൂടി ആത്മാർത്ഥതയോടെ ചെയ്യണം. ഇനിയും നിങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ചെയ്യേണ്ടാത്ത ചില ജോലികളോട് ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരാം. ചിലപ്പം നിങ്ങളുടെ ജോലി അല്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കും. ചെയ്യേണ്ടാത്ത അല്ലെ നിങ്ങളുടെ ജോലി അല്ലേ പോലും ഒരു ത്യാഗമായിട്ട് അത് ജോലിയും കൂടെ ചെയ്യാൻ കിട്ടുന്ന അവസരം ചെയ്യണം. അതുപോലെ ചിലപ്പം ഒരു ഉദ്യോഗസ്ഥനാണ്, ചിലപ്പോൾ ഒരു തറയൊന്ന് തുടയ്ക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റി വെക്കുവോ, അതൊക്കെ ഒരു താഴ്ന്ന നിലയിലുള്ള ജോലിയായിട്ട് ചിലർക്ക് തോന്നാറുണ്ട്. ഒരിക്കലുമല്ല. ഏത് ജോലിയും നമ്മുടെ അല്ലേ പോലും ഒന്ന് ചെയ്യേണ്ടി വന്നാൽ ചെയ്യണം. അപ്പോൾ ആരുടെ അനുഗ്രഹം ഉണ്ടാകുമെന്നറിയാവും? ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകും. എഴുതി വെച്ചു, അത് കൃത്യമായിട്ട് ആത്മാർത്ഥതയോടെ ചെയ്താൽ ആ വ്യക്തിയെ ശനി ഉയർത്തിയിരിക്കും. പിന്നെ ഏത് ജോലിയും ഹൃദയം കൊണ്ട് ചെയ്യണം, ആത്മാർത്ഥമായിട്ട്. ഞാൻ സത്യമായിട്ടാണ് പറയുന്നത്, ആ വ്യക്തിയെ ഈശ്വരൻ ഉയർത്തിയിരിക്കും, ഒരു സംശയവും വേണ്ട. അതൊരു രഹസ്യമാണ്. ഏതാണേലും നിങ്ങൾ അവിടെ നിങ്ങളുടെ വരുമാനം ചിലപ്പം കുറവായിരിക്കാം, നിങ്ങളുടെ വീട്ടിൽ കഷ്ടപ്പാട് കാണാം, പക്ഷെ ജോലി എപ്പോഴും ആത്മാർത്ഥമായിട്ട് ചെയ്യണം. നിങ്ങൾക്ക് അവിടെ പറ്റത്തില്ല, വേറെ സ്ഥലത്ത് പോവുക, ഒരിക്കലും ഉഴപ്പ്. അത് നിങ്ങൾ ചെയ്യേണ്ടതിലും കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ചെയ്യേണ്ടാത്ത അവനവൻ്റെ ജോലി അല്ലേ പോലും ഒരു ത്യാഗം പോലെ മറ്റു ജോലികളും ചെയ്യാനൊരു അവസരം കിട്ടിയാൽ അത് ചെയ്യണം. ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് വലിയ കാര്യങ്ങളായിരിക്കും, ഒരു സംശയം വേണ്ട അതിൻ്റെ അകത്ത്. ഇതൊരു രഹസ്യമാണ് കേട്ടോ. ഇത് സിമ്പിളായിട്ട് നിങ്ങൾ പ്രയോഗിച്ച് നോക്കിക്കോ. 1 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും വലിയ നിലയിൽ. ചിലർ ചിലപ്പോൾ 3 മാസത്തിനുള്ളിൽ തന്നെ മാറ്റം വരും, ചിലർ 1 മാസം കൊണ്ട് തന്നെ രക്ഷപ്പെടും. അത് നിങ്ങളുടെ ആത്മാർത്ഥതയും നിങ്ങൾ എത്ര വിശ്വാസത്തോടെ ഈ കാര്യം ചെയ്യുന്ന പോലെ ഇരിക്കും. ഈശ്വരൻ ഉയർത്തിയിരിക്കും, ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകും. സാക്ഷാൽ ഈശ്വരൻ നിങ്ങളെ അവിടെ ഉയർത്തിയിരിക്കും, ഒരു സംശയവും വേണ്ട. അതിനകത്ത് ഒരു സംശയം വേണ്ട. നിങ്ങളുടെ ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഹൃദയം കൊണ്ട് ജോലി ചെയ്യണം. എന്ന് വെച്ചാൽ അതുപോലെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണം. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തേക്ക് പുതിയ വഴികൾ ഈശ്വരൻ കാണിച്ചു തരും.
അപ്പോൾ ഞാൻ എൻ്റെ ചില അറിവുകൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. പക്ഷേ എൻ്റെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളുമാണ് പറഞ്ഞു തന്നത്. പിന്നെ ഞാൻ പലപ്പോഴും കാണാറുണ്ട്, നമ്മളിപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു ഉടനെ അവർ ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട്, സാറേ ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾക്കത് അറിയത്തില്ല. അതൊരു അടവാണ് ശരിക്കും പറഞ്ഞാൽ. പാവങ്ങളാണെന്ന് കരുതി എല്ലാവരും പാവങ്ങളാണ്. നമ്മളൊരു കാര്യം ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. ഇപ്പം ഒരാളൊരു ചായക്കട നടത്തുന്നത് വിചാരിക്കുക. ആ ചായക്കടയിൽ ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചാലേ അത് വിറ്റ് പണം കിട്ടത്തുള്ളൂ. കയറി വരുന്നവരോട് സാറേ ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ആ കട പൊട്ടിപ്പോകും. കാരണം ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഏത് കാര്യത്തിനാണേലും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ആളുകൾ ചിലർ കാണാൻ പഠിച്ചു വെച്ചിരിക്കും, എന്ത് പറഞ്ഞാലും പാവങ്ങളാണെന്ന് പറയും. അതൊരു തൊഴിലാക്കി വെച്ചിരിക്കും. ഇപ്പം നമ്മളൊരാളുടെ ഒരു വഴിപാട് പറഞ്ഞു കൊടുത്തു, അതിങ്ങനെ ചെയ്യണം. അപ്പോൾ അവർ തെറ്റ് ചെയ്തെങ്കിൽ അവരോട് പറയാം, സാറേ ഞങ്ങൾ പാവങ്ങൾ, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. പാവങ്ങളായതുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്, എല്ലാവരും പാവങ്ങളാണ്. അപ്പോൾ അത് ഏത് കാര്യത്തിനും വേണ്ട കാര്യം ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യണം. അതിനൊരു ഒഴിവ് കഴിവ് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ഇതല്ല നിങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ട, അങ്ങനെ ആയിരുന്നു സാറേ, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല സാറേ, ഞങ്ങൾ പാവങ്ങളാണ്. ചിലരൊക്കെ പറയുന്ന ഒരു വാചകമാണ്, എല്ലാവരും പാവങ്ങളാണ്, നമ്മൾ അതിനെക്കാട്ടും വലിയ പാവങ്ങളാണ്. പക്ഷേ ചെയ്യേണ്ടത് ചെയ്യണം. അവിടെ പാവങ്ങളാണോന്നൊന്നും അല്ലെങ്കിൽ അറിയത്തില്ല എന്നൊരു കാര്യമില്ല. ഒരു അമ്പലത്തിൽ ചെന്നാൽ അവിടെ പ്രാർത്ഥിക്കേണ്ട ഒരു രീതിയുണ്ട്. ഒരു ജോലി ചെയ്താൽ ആ ജോലിയോട് പുലർത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു കട തുടങ്ങുവാണെങ്കിൽ കടയിൽ സാധനം മേടിച്ച് വെക്കണം. കടയിൽ ആളുകൾ കയറുമ്പോൾ ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, അതുകൊണ്ട് കടയിൽ സാധനം ഇല്ലെന്ന് പറഞ്ഞാൽ കട പൊട്ടിപ്പോവും. അവിടെ സാധനം വേണ്ടതിന് സാധനം വേണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഞാനൊരു പറഞ്ഞതേ ഉള്ളൂ. ചിലർ എന്നാ പറഞ്ഞാലും അയ്യോ ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾക്ക് പാവങ്ങൾ. നമ്മളത് അല്ല, നമ്മൾ അറിയാൻ ശ്രമിക്കണം, നമ്മൾ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഏത് കാര്യമാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം. ഇപ്പം ഞാൻ ക്രിയായോഗ എൻ്റെ ഗുരുവിൽ നിന്ന് പഠിച്ചു. ഞാനത് ശരിയായിട്ട് ചെയ്യാതെ എൻ്റെ ഗുരു ചോദിക്കുമ്പോൾ അയ്യോ ഞങ്ങൾ പാവങ്ങളാണ്, അല്ലെങ്കിൽ എനിക്കത് അറിയത്തില്ല, പാവങ്ങളായതുകൊണ്ട് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ട് ചെയ്താലേ ആ എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. ചെയ്യേണ്ട കാര്യം ചെയ്യണം, അതെന്താണേലും. അവിടെ ഒഴിവ് കഴിവ്, എല്ലാവരും പെട്ടെന്ന് പറയുന്ന ഒരു ഒഴിവ് കഴിവാണ്, സാറേ ഞങ്ങൾ പാവങ്ങളെ, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഒരു പെട്ടെന്ന് പഠിച്ചു വച്ചിരിക്കുക. അപ്പോൾ അത് പാടില്ല. നമ്മളങ്ങനെ അടവുകൾ കൊണ്ടും ഒന്നും ജീവിതത്തിൽ നേടത്തില്ല. വിജയത്തിൻ്റെ വഴി എപ്പോഴും സത്യസന്ധമായിട്ടായിരിക്കണം. അറിയേണ്ട കാര്യങ്ങൾ അറിയണം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. എല്ലാവർക്കും ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. അവിടെ ഒഴിവ് കഴിവുകൾ പറയരുത്. നല്ല കാര്യങ്ങൾ ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് ശരിയായിട്ട് ചെയ്യണം. ഇന്ന് തന്നെ രാവിലെ ഞാൻ തുളസിമാല വെക്കാൻ പറഞ്ഞ അവരത് തെറ്റിച്ച അവസാനം എന്തോ ചെയ്യാനാ. ഇതൊക്കെ മനസ്സിലാക്കി ലളിതമായ കാര്യങ്ങളാണ്. അത് വെച്ചിട്ട് പോകാൻ പറഞ്ഞാൽ വെച്ചിട്ട് പോകണം. പിന്നെ അവിടെ നിന്ന് വർത്തമാനം പറയുക. അപ്പോൾ അത് ഒരറിവില്ലായ്മയല്ല, ഒരാൾ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കാതിരിക്കുകയാണ്. അതിപ്പോൾ ഞാൻ ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നത്, ആ ഒരു ചിന്താഗതിയാണ്. അത് പാടില്ല. നമ്മൾ ആര് പറഞ്ഞാലും നമുക്ക് പ്രയോജനം ഉണ്ടാകുന്ന കാര്യമാണെങ്കിൽ ശ്രദ്ധയോടെ കേട്ട് ശരിയായിട്ട് തന്നെ ചെയ്താൽ ആ ഫലം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ജീവിതം രക്ഷപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.